ഒരു 6000 മാക്സിമം 7000 വരെയൊക്കെ ബില്ല് വന്നിരുന്നു. സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് സാറിന്റെ കറണ്ട് ബില്ല് എങ്ങനെയാണ്? ഈ അതിന്റെ മെയിൻ്റനൻസ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ, ഇലക്ട്രിക് ബില്ല് വരുന്നില്ല. സൂര്യ സോളറിന് ഞാൻ ഉപയോഗിക്കാൻ 2 കാരണമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കറണ്ട് ബില്ല് 5000 6000 ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ ഒരു സോളർ വെക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു എനർജി. നാച്ചുറലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ ആകെ ഉള്ളത് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരൊറ്റതേ ഉള്ളൂ. മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് സൂര്യ സോളർ. അവര് അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കുകയും പിന്നെ അവരുടെ സർവീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയുകയും പിന്നെ അതിന്റെ ഏതെല്ലാം പാനലാണ് ഉപയോഗിച്ചെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. ആഫ്റ്റർ സർവീസിന്റെ കാര്യത്തിൽ കേടും മറ്റൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ ഡൗട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് നമ്മൾ വളരെ ഫ്രണ്ട്ലി വേ. ഇതിന്റെ മെയിൻ മാനേജർ ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ വിളിക്കാറുണ്ട്. എപ്പോൾ വിളിച്ചാലും കിട്ടും. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാം, ഒരു സംശയം ദൂരീകരിച്ച് തരും. ഫ്രണ്ട്ലി അപ്രോച്ച് നടത്താൻ കഴിയും. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോവല്ല. ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇൻസ്റ്റോൾ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് മെയിൻറ്റെയിൻ വേണ്ടുന്ന സർവീസ് നടത്താനും അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഷാജഹാൻ സാർ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു. അപ്പോൾ വെഹിക്കിൾ കൂടി വന്നപ്പോൾ എനിക്ക് വളരെ അത് യൂട്ടിലൈസബിൾ ആയിട്ട് തോന്നി. ഇതുവരെയുള്ള എൻ്റെ ഇതിൽ ഞാൻ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. എവരി വൺ ഈസ് യൂസിങ് ദിസ് ഫെസിലിറ്റി ആസ് ഫാർ ആസ് പോസിബിൾ.